കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയായിട്ട് നമ്മൾ ശരിക്കും ഇപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ? പലർക്കും ഉണ്ടാവില്ല എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് എന്താണ് നമ്മൾ ഏത് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കി തന്നിട്ട് ഞാൻ നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് വരാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്, ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നതിൽ ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യുന്നുണ്ട് എന്നാണ്. ഈ കമ്പൈൻ ചെയ്യുന്ന ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആറ്റങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് ചിലർക്കിടയിൽ അയണിക് ബോണ്ടാണ് ആക്ട് ചെയ്യുന്നതെന്നും മറ്റു ചിലർക്കിടയിൽ കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നതെന്നും മറ്റു ചില ആറ്റങ്ങൾക്കിടയിൽ കോർഡിനേറ്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നതെന്നും നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത്രയും വെറൈറ്റി ഓഫ് ഫോഴ്സുകൾ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്നുണ്ട് മോളിക്യൂളുകളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുക, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ ഓഫ് ദി ആറ്റം ആൻഡ് ദ സിറ്റുവേഷൻ ആൾസോ. ഓക്കെ, അവിടെ നിന്നും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് കോവാലന്റ് ബോണ്ടിലാണ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനം വരെയും ഇനി നമ്മൾ പോകുന്നത് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അയണിക് ബോണ്ടും കോർഡിനേറ്റ് ബോണ്ടും നമ്മൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴെല്ലാം, മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, കോവാലന്റ് ബോണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമുക്ക് അറിയേണ്ട വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഒരു കോവാലന്റ് ബോണ്ടിനെ കുറിച്ച്. എങ്ങനെയാണ് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. നമുക്കൊരു കോവാലന്റ് ബോണ്ടിനെ കുറിച്ച് അറിയേണ്ട കാര്യം എത്രയേ ഉള്ളൂ, എങ്ങനെയാണ് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് വഴിയാണ്. എങ്ങനെയാണത്? വാലൻസ് ഇലക്ട്രോണുകളെ ആറ്റങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാണ്, മ്യൂച്വൽ ഷെയറിംഗ് നടത്തുമ്പോഴാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അത് നമുക്ക് മനസ്സിലാക്കി തരാൻ ലൂയിസ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു മോളിക്യൂളിനുള്ളിലെ ആറ്റങ്ങളെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യും, ആ ആറ്റങ്ങൾക്കിടയിൽ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരികയും ചെയ്തു. പക്ഷേ അവിടെ കൊണ്ടും നമുക്ക് തൃപ്തിയായില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു മേഖലയിലേക്ക്, പുതിയൊരു തിയറിയിലേക്ക് പോയത്, VSEPR തിയറി. കാരണം ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിന് ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അപ്പോഴും ചോദ്യം ബാക്കിയാണ്, ഈ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുന്നു, ആറ്റങ്ങൾ പരസ്പരം ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്. ആറ്റങ്ങൾക്കിടയിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഇപ്പോഴും നമ്മുടെ മുന്നിൽ. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ ഒരു പെൻ, നമ്മുടെ ഫ്രണ്ടിന് നമ്മുടെ ഒരു പെന്ന് ഷെയർ ചെയ്യണം. എന്താ അതിനർത്ഥം? ആ പെണ്ണ് നമ്മുടെ രണ്ടുപേരുടെയും കോമൺ പ്രോപ്പർട്ടി ആയിരിക്കും, അല്ലേ? അതായത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ എനിക്ക് ആ പെൻ ഉപയോഗിക്കാം, എൻ്റെ ഫ്രണ്ടിന് അത് ആവശ്യമുള്ളപ്പോൾ എൻ്റെ ഫ്രണ്ടിനും ആ പെൻ ഉപയോഗിക്കാം. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതുപോലെയാണോ ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുമ്പോൾ ഒരാറ്റത്തിന് ആവശ്യമുള്ളപ്പോൾ ആ ആറ്റത്തിനും അടുത്ത ആറ്റത്തിന് ആവശ്യമുള്ളപ്പോൾ അടുത്ത ആറ്റത്തിനും ഇലക്ട്രോണുകളെ ഉപയോഗിക്കാം എന്നൊക്കെ പറയുമ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക, ഒരു വിശ്വസിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ എങ്ങനെയാണ് ആറ്റങ്ങൾക്കിടയിൽ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യപ്പെടുന്നത് എന്നതിനൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള, ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാൻ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാര്യം അത് ഷെയറിംഗ് വഴിയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി ഈ ഷെയറിംഗ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ ഒരാറ്റം അതിൻ്റെ ഇലക്ട്രോണിനെ മറ്റൊരു ആറ്റവുമായിട്ട് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ, അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക്കലി പറഞ്ഞു തരാൻ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടി, ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പിനെ കുറിച്ചോ ജോമെട്രിയെ കുറിച്ചോ, കാരണം എല്ലാ മോളിക്യൂൾസിനും അവരവരുടേതായിട്ടുള്ള ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറയുണ്ടായി. അപ്പോൾ ആ ഫിക്സഡ് ഷേപ്പ് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് പറയാൻ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിന് കഴിഞ്ഞില്ല. ഇത്രയും പോരായ്മകൾ, ഇത്രയും ലിമിറ്റേഷൻസ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ പുതിയൊരു എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ പുതിയ ഒരു തിയറിയിലേക്ക് നമുക്ക് പോകേണ്ടി വന്നത്. വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി അഥവാ VSEPR തിയറി.
പക്ഷേ VSEPR തിയറി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഓരോ മോളിക്യൂളും ഒരു ഡെഫിനിറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് എങ്ങനെയാണ് മോളിക്യൂൾസിന് കിട്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇലക്ട്രോൺ പെയറുകൾക്കിടയിലുള്ള റിപ്പൽഷൻ ഉണ്ടെന്നും ആ റിപ്പൽഷൻ മിനിമൈസ് ചെയ്യണമെന്നും അപ്പോൾ മാത്രമാണ് അതൊരു സ്റ്റേബിൾ സ്ട്രക്ചർ ആയിട്ട് മാറുക എന്നും ആ സ്റ്റേബിൾ സ്ട്രക്ചർ ഫോം ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺ പെയറുകൾ പരമാവധി അകലങ്ങളിലേക്ക് മാറി നിൽക്കുന്നതെന്നും അങ്ങനെ അകലങ്ങളിലേക്ക് മാറി നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഒരു ഫിക്സഡ് ഷേപ്പ് കിട്ടുന്നത്, ഒരു ഡെഫിനിറ്റ് ജോമെട്രി കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂളുകൾ എടുത്തുകൊണ്ട് നമ്മളിത് ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്തു, അല്ലെ, നമ്മളിത് തെളിയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും സംശയം ബാക്കിയാണ്. ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായ നമുക്ക് വിശ്വസനീയമായ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞ രണ്ട് തിയറികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന്, ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിന് കഴിഞ്ഞിട്ടില്ല, രണ്ട് VSEPR തിയറിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ രണ്ട് തിയറികൾക്കും ഈ രണ്ട് തിയറംസിനും അവരുടേതായിട്ടുള്ള ഒരുപാട് മെറിറ്റുകളുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ അന്വേഷണങ്ങൾക്ക് ഒരു വൃത്തിയുള്ള ഒരു കൃത്യമായ ഉത്തരം, നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉത്തരം നൽകാൻ ഈ രണ്ട് തിയറംസിനും മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ആ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ അന്വേഷണം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവാണ്. എങ്ങനെയാണ് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്? നമ്മുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് രണ്ടാറ്റങ്ങൾ തമ്മിൽ, നമ്മളും നമ്മുടെ ഫ്രണ്ട്സും തമ്മിൽ ഒരു പെൻ ഷെയർ ചെയ്യുന്നത് പോലെ രണ്ടാറ്റങ്ങൾ തമ്മിൽ അവരുടെ ഇലക്ട്രോണുകളെ മ്യൂച്വലി ഷെയർ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ആറ്റങ്ങൾക്കിടയിൽ എങ്ങനെയാണ് നടപ്പിലാവുന്നത് എന്ന് കൃത്യമായൊരു ഉത്തരമില്ല. അത് അന്വേഷിച്ചാണ് നമ്മൾ പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ അത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്, വാലൻസ് ബോണ്ട് തിയറി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാലൻസ് ബോണ്ട് തിയറിയെ കുറിച്ചാണ്. എന്താണ് തിയറിയുടെ പേര്? വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറി. ഓക്കെ, ഈ വാലൻസ് ബോണ്ട് തിയറിയെ നമ്മൾ ഷോർട്ടായിട്ട് എഴുതുന്നതാണ് VB തിയറി എന്നോ അല്ലെങ്കിൽ VBT എന്നോ നിങ്ങൾക്ക് വിളിക്കാം ഇതിനെ. VB തിയറി അഥവാ VBT, വാലൻസ് ബോണ്ട് തിയറി. ഓക്കെ, അപ്പോൾ വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ആറ്റങ്ങൾക്കിടയിൽ ഈ ഷെയറിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പോസിബിൾ ആവുന്നത്. ഓക്കെ, വാലൻസ് ബോണ്ട് തിയറി ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് സയന്റിസ്റ്റുകൾ ചേർന്നാണ്. ആരൊക്കെയാണെന്നറിയോ? ഹിറ്റ്ലർ ആൻഡ് ലണ്ടൻ. ഈ രണ്ടുപേരാണ് ആദ്യമായി വാലൻസ് ബോണ്ട് തിയറി അഥവാ VB തിയറി എന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന VB തിയറിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിൽ മറ്റൊരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു തിയറിയെ, ഈ രണ്ടുപേർ ചേർന്ന് പ്രപ്പോസ് ചെയ്ത ഒരു തിയറിയെ, ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു തിയറിയെ പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നത് ലിനസ് പോളിംഗ് അടക്കമുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ചേർന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു VB തിയറിയുടെ ഫോമിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഹിറ്റ്ലറും ലണ്ടനും പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, അതിൽ ഒരുപാട് ഡെവലപ്മെന്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന VB തിയറിയിൽ. അപ്പൊ ആ മോഡിഫിക്കേഷൻസിലേക്ക് ലിനസ് പോളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ്. അപ്പൊ ആ ലിനസ് പോളിംഗ് അടക്കമുള്ള ഒരുപാട് ആളുകൾ, എല്ലാവരുടെയും പേരുകൾ നമുക്ക് പറയാനായിട്ട് കഴിയില്ല, അപ്പോൾ പോളിംഗിന്റെ പേര് മാത്രം ഞാനൊന്ന് പറയാം. ലിനസ് പോളിംഗ് അടക്കമുള്ള ഒരുപാട് ആളുകൾ അതിന് മുകളിൽ ഒരുപാട് ഡെവലപ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ഇനി എന്താണ് വാലൻസ് ബോണ്ട് തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് ഞാൻ പറഞ്ഞുതരാം. വാലൻസ് ബോണ്ട് തിയറി പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഇലക്ട്രോൺ പെയറിംഗ് എന്ന് പറയുന്നത്, ഇലക്ട്രോൺ ഷെയറിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പോസിബിൾ ആവുക, അതിൻ്റെ ഒരു ഉത്തരമാണ് വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നത്. വാലൻസ് ബോണ്ട് തിയറി പറയുന്നത് എന്താണെന്നറിയോ? രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഇലക്ട്രോൺ ഷെയറിംഗ് പോസിബിൾ ആവുന്നത് ഓർബിറ്റൽ ഓവർലാപ്പിംഗ് വഴിയാണ്. എങ്ങനെയാണ്? ഓർബിറ്റൽ ഓവർലാപ്പിംഗ് വഴിയാണ്. ഓക്കെ, ഓർബിറ്റൽ ഓവർലാപ്പിംഗ്. എന്താണ് ഈ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിലേക്ക് മെർജ് ചെയ്യാം, അതിനെയാണല്ലോ നമ്മൾ ഓവർലാപ്പിംഗ് എന്ന് പറയാം. ഓർബിറ്റൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാറ്റത്തിന്റെ ഓർബിറ്റല് മറ്റൊരാറ്റത്തിന്റെ ഓർബിറ്റലിലേക്ക് പാർഷ്യലി മെർജ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതൊരു ഓർബിറ്റലും ഇതൊരു ഓർബിറ്റലും ആണെങ്കിൽ ഈ ഓർബിറ്റലിൽ പാർഷ്യലി മെർജ് ചെയ്യാം, അല്ലെ? അവരിങ്ങനെ അടുത്ത് വന്ന് പാർഷ്യലി മെർജ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഓർബിറ്റലുകളുടെ ഓവർലാപ്പിംഗ് എന്ന് പറയാം. ഈ ഓർബിറ്റൽസ് എന്തിനാണ് ഓവർലാപ്പ് ചെയ്യുന്നത്?
ഏതൊക്കെ തരം ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പ് ചെയ്യാം? ഏതൊക്കെ തരം ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പ് ചെയ്യാന്നറിയോ? രണ്ട് ആറ്റങ്ങളുടെ ഓർബിറ്റൽസ് ആണ് അല്ലേ? അതിൽ ഈ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നുണ്ട്, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്, അവർക്കിടയിൽ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണുകൾ ഏത് ഓർബിറ്റലിലാണോ ഇരിക്കുന്നത്, നോർമലി വാലൻസ് ഓർബിറ്റലിലായിരിക്കും. ആ ഷെയർ ചെയ്യേണ്ട ഇലക്ട്രോണുകൾ ഏതൊക്കെ ഓർബിറ്റലുകളിലാണോ ഇരിക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ ഒരാറ്റത്തിന്റെ ഷെയർ ചെയ്യേണ്ട ഇലക്ട്രോൺ ഈ ഓർബിറ്റലിലും രണ്ടാമത്തെ ആറ്റത്തിന്റെ ഷെയർ ചെയ്യേണ്ട ഇലക്ട്രോൺ ഈ ഓർബിറ്റലിലുമാണെങ്കിൽ ഈ രണ്ട് ഓർബിറ്റലുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ്, പാർഷ്യലി മെർജ് ചെയ്യുമ്പോഴാണ് ഇതിലുള്ള ഇലക്ട്രോണും ഷെയർ ചെയ്യപ്പെടുന്നത് എന്നാണ് BBA തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്ന് പറയാവുന്നത്. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. വാലൻസ് ബോണ്ട് തിയറിയുടെ പോസ്റ്റുലേറ്റുകൾ അന്വേഷിച്ച് നിങ്ങൾ ഒരുപാട് ദൂരമൊന്നും നടക്കരുത്, ഒരുപാട് കാര്യങ്ങളൊന്നും അന്വേഷിച്ച് പോകരുത്. കാരണം വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാലും തീരാത്ത അത്രയും കാര്യങ്ങൾ വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നുണ്ട്. അതിലെ നമുക്ക് ആവശ്യമുള്ള, നമ്മളുമായി ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളിൽ എങ്ങനെയാണ് വാലൻസ് ബോണ്ട് തിയറി അപ്ലിക്കബിൾ ആവുന്നത് എന്ന് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അതിന് വേറെയും ഒരുപാട് സ്കോപ്പുള്ള ഒരു സാധനമാണ് ഈ വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. വാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് പറയുന്നത് രണ്ടാറ്റങ്ങൾക്കിടയിൽ ഇലക്ട്രോൺ ഷെയറിംഗ് നടക്കുന്നത് എങ്ങനെയാണ് എന്നതിന്റെ കൃത്യമായ ഉത്തരമാണ് വാലൻസ് ബോണ്ട് തിയറി തന്നത്. എങ്ങനെയാണ്? ഓർബിറ്റൽ ഓവർലാപ്പിംഗ് വഴിയാണ്. എന്താണ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു, ഏതൊക്കെ ഓർബിറ്റലുകൾക്കിടയിലാണ് ഈ ഓവർലാപ്പിംഗ് നടക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് നടക്കുമ്പോഴാണ് ഈ രണ്ട് ആറ്റങ്ങളിലുള്ള വാലൻസ് ഓർബിറ്റലുകളിലുള്ള ഇലക്ട്രോണുകൾ പരസ്പരം ഷെയർ ചെയ്യപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് വാലൻസ് ബോണ്ട് തിയറി നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എന്നറിയണം. ഈ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് എങ്ങനെയാണ്, ഈ വാലൻസ് ബോണ്ട് തിയറി പറയുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഈ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് സംഭവിക്കുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. ശ്രദ്ധിച്ചോടാ, നമ്മൾ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് നമുക്ക് ഈ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ BBA തിയറി വെച്ചുകൊണ്ട് നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഹൈഡ്രജൻ എന്ന് പറയുന്ന മോളിക്യൂൾ, ഹൈഡ്രജൻ മോളിക്യൂൾ H2 മോളിക്യൂൾ ഫോർമേഷൻ. എങ്ങനെയാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുക? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്ത് വരും, ആ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളിലെയും ഓരോ ഇലക്ട്രോണുകൾ പരസ്പരം ഷെയർ ചെയ്യും, എന്നിട്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ വാലൻസ് ബോണ്ട് തിയറി വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോടാ, വാലൻസ് ബോണ്ട് തിയറി വെച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ദൂരെ കിടക്കുകയാണ്. ഇതൊരു ഹൈഡ്രജൻ ആറ്റമാണ്, ഇത് മറ്റൊരു ഹൈഡ്രജൻ ആറ്റമാണ്. ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ദൂരെയാണ്, ഒരുപാട് ദൂരെയാണ്. ഓക്കെ, പക്ഷേ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കും പരസ്പരം അത്രയ്ക്കിഷ്ടമാണ്. എന്തോ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇവർ വളരെ ദൂരെയായി പോയതാണ്. പക്ഷെ ഇത്രയും അകലെയാണെങ്കിലും ഇവർക്ക് പരസ്പരം അത്രയും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വേർപിരിയാൻ പറ്റാത്ത അത്രയും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവർ എത്ര ദൂരെയാണെങ്കിലും പതിയെ അടുത്തേക്ക് വരാൻ തുടങ്ങും. രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ, ഹൈഡ്രജൻ എന്നല്ല ഏത് രണ്ട് ആറ്റങ്ങൾ അടുത്തേക്ക് വരുമ്പോഴും ഓരോ ആറ്റത്തിനുള്ളിലും പോസിറ്റീവ് ചാർജുള്ള ഒരു ന്യൂക്ലിയസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും ഉണ്ടാവും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ രണ്ടാറ്റങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ഈ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാവും, റിപ്പൽസീവ് ഫോഴ്സും ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രണ്ട് ആറ്റങ്ങൾ അടുത്തേക്ക് വരുന്ന സമയത്ത്, ഇവിടെ ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ആർക്കൊക്കെ ഇടയിലാണ്, ഈ ആറ്റത്തിലെ ഏതൊക്കെ കമ്പോണന്റുകൾക്കിടയിലാണ് അട്രാക്റ്റീവ് ഫോഴ്സുകൾ ഉണ്ടാവുക, ഏതൊക്കെ കമ്പോണന്റുകൾക്കിടയിലാണ് റിപ്പൽസീവ് ഫോഴ്സുകൾ ഉണ്ടാവുക എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം അട്രാക്റ്റീവ് ഫോഴ്സിന്റെ കണക്കെടുക്കാം. ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളിലെ അട്രാക്റ്റീവ് ഫോഴ്സുകൾ എന്ന് പറയുന്നത് നോക്കിക്കോടാ, ഇവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സുകൾ നോക്കിയേ, ഈ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഏതൊക്കെ കമ്പോണന്റുകൾക്കിടയിലാണ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുക? ഒരു കാര്യം ഉറപ്പാണ്, ഓരോ ഹൈഡ്രജൻ ആറ്റത്തിലും അതിലെ ഇലക്ട്രോണും അതിന്റെ ന്യൂക്ലിയസും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് A എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റമായിട്ടും ഇത് B എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റമായിട്ടും നമ്മൾ എടുക്കുവാണെങ്കിൽ ശ്രദ്ധിച്ചോടാ, എയുടെ ന്യൂക്ലിയസും എയുടെ ഇലക്ട്രോണുകളും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ബിയുടെ ന്യൂക്ലിയസും ബിയുടെ ഇലക്ട്രോണുകളും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഹൈഡ്രജൻ ആറ്റത്തിന്റെയും ന്യൂക്ലിയസും അതിന്റെ ഇലക്ട്രോണുകളും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. മാത്രമല്ല ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ ദൂരെ നിന്ന് പരസ്പരം കണ്ടിഷ്ടപ്പെട്ട് അടുത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും
എ എന്ന് പറയുന്ന ആദ്യത്തെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസും രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ആർക്കൊക്കെ തമ്മിലാണ്? ന്യൂക്ലിയസ് ഓഫ് എയും ഇലക്ട്രോൺസ് ഓഫ് ബിയും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഓഫ് ബിയും ഇലക്ട്രോൺസ് ഓഫ് എയും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ബി എന്ന് പറയുന്ന ആറ്റത്തിന്റെ ന്യൂക്ലിയസും എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോണുകളും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. ഈ അട്രാക്റ്റീവ് ഫോഴ്സുകളുടെ ബലത്തിലാണ് ഈ രണ്ടുപേരും അടുത്തേക്ക് വരുന്നത്. പക്ഷേ രണ്ടുപേരും അടുത്തേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ഈ പറഞ്ഞ അട്രാക്റ്റീവ് ഫോഴ്സുകൾ മാത്രമേ അവർക്കിടയിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അവർ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവർക്കിടയിൽ റിപ്പൽസീവ് ഫോഴ്സുകൾ കൂടി ആക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ആർക്കൊക്കെ ഇടയിലാണ്, ഏതൊക്കെ കമ്പോണന്റുകൾക്കിടയിലാണ് റിപ്പൽസീവ് ഫോഴ്സുകൾ ഉണ്ടാവുക? ഒന്ന് എ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോണും ബി എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോണിനും ഇടയിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും. കാരണം ഒരേ ചാർജ് ആണ്, ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. അപ്പൊ ഇലക്ട്രോൺസ് ഓഫ് എയും ഇലക്ട്രോൺസ് ഓഫ് ബിയും തമ്മിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജുള്ള എയുടെ ന്യൂക്ലിയസും പോസിറ്റീവ് ചാർജുള്ള ബിയുടെ ന്യൂക്ലിയസും തമ്മിൽ ഒരു റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ ഇതൊരു റിപ്പൽസീവ് ഫോഴ്സ് ആണ്. രണ്ടാമത്തെ റിപ്പൽസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എയുടെ ന്യൂക്ലിയസും ബിയുടെ ന്യൂക്ലിയസും തമ്മിൽ ഒരു റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഇത്രയും അട്രാക്റ്റീവ് ഫോഴ്സുകളും ഇത്രയും റിപ്പൽസീവ് ഫോഴ്സുകളുമാണ് ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ അവർ അടുത്ത് വരുന്നതിനനുസരിച്ച് ആക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ദൂരെ നിന്നും അവർ പരസ്പരം അടുത്തേക്ക് വരുമ്പോൾ ആദ്യം അവരെ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരോട് അടുത്തേക്ക് പോ എന്ന് പറഞ്ഞവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫോഴ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു പരിധിയിലപ്പുറം അവർ അടുത്ത് വരുമ്പോഴേക്കും പതിയെ അട്രാക്റ്റീവ് ഫോഴ്സിനൊപ്പം റിപ്പൽസീവ് ഫോഴ്സ് കൂടി ആക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ റിപ്പൽസീവ് ഫോഴ്സിനെയും അതിജീവിച്ച് അവർ പരമാവധി അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുകയും റിപ്പൽസീവ് ഫോഴ്സ് കൂടുകയും ചെയ്യും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ, ഇത്രയും ദൂരം നിന്നും അവർ ഈ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൽസീവ് ഫോഴ്സും എല്ലാം ഓവർകം ചെയ്ത് അവർ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തിയാൽ അവിടെ അവർ സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് അവർക്ക് അടുത്തേക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ അവരവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം എന്താണെന്നറിയോ? ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഈ രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൽസീവ് ഫോഴ്സും ബാലൻസ്ഡ് ആവും. അതിൽ കൂടുതൽ അടുത്തേക്ക് പോയാൽ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുകയും റിപ്പൽസീവ് ഫോഴ്സ് കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ അവരെത്തും. നോക്കിക്കോടാ, ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തേക്ക് വന്നതാ ഇവർ അടുത്തേക്ക് വരുവാണ്, പരസ്പരം അടുത്തേക്ക് വന്ന് ഇത്രയും അടുത്തെത്തി അവര്. ഓക്കെ, ഇത് എ ആണ്, ഇത് ബി ആണ്. ഇത്രയും അടുത്തെത്തി വീണ്ടും അവർ അടുത്തേക്ക് വരികയാണ്. വീണ്ടും അടുത്തേക്ക് വന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തും. അതായത് ആദ്യത്തെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് രണ്ടാമത്തെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലേക്കുള്ള ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ ഈ രണ്ട് ന്യൂക്ലിയസുകൾക്കിടയിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ അവരുടെ റിപ്പൽസീവ് ഫോഴ്സുകളും അട്രാക്റ്റീവ് ഫോഴ്സുകളും ബാലൻസ്ഡ് ആവും. അതിൽ നിന്നും ഒരു മില്ലിമീറ്റർ പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ രണ്ടുപേരും ഒരു മില്ലിമീറ്റർ മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? പരസ്പരം റിപ്പൽഷൻ കൂടുകയും അട്രാക്ഷൻ കുറയുകയും ചെയ്യും. അപ്പൊ ഈ ഒരു പൊസിഷനിൽ രണ്ടുപേരും എത്തി നിൽക്കും ഒരു ബാലൻസ് സ്റ്റേജിൽ. ഈ ബാലൻസ് സ്റ്റേജിന്റെ പ്രത്യേകത എന്താണ്? രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൽസീവ് ഫോഴ്സും ബാലൻസ്ഡ് ആണ്. ഓക്കെ, അതിനാണ് നമ്മൾ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജ് എന്ന് പറയാ, ബാലൻസ് സ്റ്റേജ് എന്ന് പറയാം. ഈ സ്റ്റേജിൽ ഈ രണ്ട് ആറ്റങ്ങൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഈ രണ്ട് ആറ്റങ്ങൾക്കുമിടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്തു. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഇനി ഈ രണ്ട് ആറ്റങ്ങളുടെയും, ഇപ്പൊ ഇതൊരു ഹൈഡ്രജൻ ആറ്റമാണ്, ഇത് മറ്റൊരു ഹൈഡ്രജൻ ആറ്റമാണ്. ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? 74 പൈക്കോമീറ്റർ ആണ്. എത്രയാണ്? 74 പൈക്കോമീറ്റർ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരുപാട് ദൂരെ കടന്നിരുന്ന രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ പരസ്പരം അകലെ നിന്ന് കണ്ട് ഇഷ്ടപ്പെടുകയും അവർ ഒന്നായി തീരാൻ വേണ്ടി അടുത്തേക്ക് വരികയും ചെയ്യണം. അങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ അവർക്കിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് അവർക്കിടയിലുള്ള ഫോഴ്സുകളെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണയുണ്ടായി. ആ ഫോഴ്സുകളെല്ലാം മറികടന്ന് അവരെന്ത് ചെയ്തു? അട്രാക്റ്റീവ് ഫോഴ്സുകളുടെ ബലത്തിൽ റിപ്പൽസീവ് ഫോഴ്സുകളെ ഓവർകം ചെയ്ത് അവർ അടുത്തേക്ക് വന്നു. മാക്സിമം, അതായത് 74 പൈക്കോമീറ്റർ വരെ അവർ അടുത്തേക്ക് വന്നു. രണ്ട് ന്യൂക്ലിയസുകൾക്കിടയിൽ 74 പൈക്കോമീറ്റർ ഡിസ്റ്റൻസ് എത്തുന്നത് വരെ അവർ അടുത്തേക്ക് വന്നു. ഇനി ഒരടി മുന്നോട്ട് നീങ്ങിയാൽ എന്താ സംഭവിക്കുക? രണ്ടുപേരും പരസ്പരം അകലേക്ക് തെറിച്ചു വീഴും. കാരണം രണ്ടുപേർക്കും ഇടയിൽ ഒരു റിപ്പൽസീവ് ഫോഴ്സ് ആക്ട് ചെയ്യാൻ തുടങ്ങും.
റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, അട്രാക്റ്റീവ് ഫോഴ്സിനേക്കാൾ കൂടുതൽ റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യാൻ തുടങ്ങും. അവർ രണ്ടുപേരും പരമാവധി അകലേക്ക് എന്ത് ചെയ്യും? തെറിച്ചു വീഴും. അതുകൊണ്ട് തന്നെ അത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ മുന്നോട്ട് നീങ്ങില്ല. 74 പൈക്കോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ രണ്ടുപേരും സ്ഥാനമുറപ്പിക്കും. ഇപ്പം നിങ്ങൾക്ക് പറയാം, ഈ ഒരു ഡിസ്റ്റൻസിൽ ഈ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഒരു കെമിക്കൽ ബോണ്ട് ഫോം ചെയ്തു, അഥവാ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇങ്ങനെ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ആറ്റങ്ങൾ അടുത്ത് വരുന്നതിനനുസരിച്ച് ഇവരുടെ ഉള്ളിൽ നിന്ന് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യും കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയതാണ്. ആറ്റങ്ങൾ അടുത്ത് വരുന്നതിനനുസരിച്ച് ഈ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ നിന്നും എനർജി റിലീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എനർജി റിലീസ് ചെയ്ത് 74 പൈക്കോമീറ്റർ അകലത്തിലെത്തുമ്പോഴാണ് ഈ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആവുക. അത് എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ രണ്ട് ആറ്റങ്ങൾ ഈ ഒരു ഡിസ്റ്റൻസിൽ എത്തിയാൽ അവർക്കിടയിൽ നിന്നും മാക്സിമം എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആവും. 435.8 കിലോ ജൂൾ എനർജിയാണ് ഈ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ നിന്ന് റിലീസ് ആവുക. ഓക്കെ, ഇനി ഇതിലും അടുത്തേക്ക് അവർ വന്നാൽ എന്താ സംഭവിക്കാന്നറിയോ? ആ റിലീസ് ചെയ്ത എനർജി ഇനി എന്ത് ചെയ്യും? കുറയാൻ തുടങ്ങും. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി എപ്പോഴാണോ റിലീസ് ചെയ്യുന്നത് അതാണ് അവരുടെ സ്റ്റേബിൾ പൊസിഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് അവരുടെ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും ബാലൻസ്ഡ് ആകുന്നത്. ഓക്കെ, സോ ഈ രണ്ട് വാല്യൂസ് നമുക്ക് കണ്ട് നല്ല പരിചയമുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ബോണ്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ബോണ്ട് ലെങ്തിനെ കുറിച്ചും ബോണ്ട് എൻതാൽപ്പിയെ കുറിച്ചും. അവിടെ ഹൈഡ്രജന്റെ ബോണ്ട് ലെങ്ത്, ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ലെങ്ത് 74 പൈക്കോമീറ്റർ എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓർമ്മയുണ്ടാവും അല്ലേ? അതേപോലെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് 435.8 കിലോ ജൂൾസ് പെർ മോൾ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ ബോണ്ട് ലെങ്ത് വന്നതും ബോണ്ട് എൻതാൽപ്പി വന്നതും എങ്ങനെയാണ് എന്നും ഏത് സിറ്റുവേഷനിലാണ് എന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ഞാനൊരു ഗ്രാഫിന്റെ രൂപത്തിലേക്ക് വരച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി അത് ക്ലിയർ ആക്കി തരാം. നമ്മളോട് വരയ്ക്കാൻ പോകുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ നമ്മൾ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പ്ലോട്ട് ചെയ്യും. അപ്പോൾ അവർ അകലെ നിന്നും അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് ആ ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. ഓക്കെ, അതുപോലെ വൈ ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ആ ഗ്രാഫ് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, എക്സ് ആക്സിസിൽ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ്. വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജിയാണ് കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് എന്ന് പറയുന്നത് ഒരു സീറോ അല്ല, പകരം ഇത് 435.8 കിലോ ജൂൾ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ശരി, ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അവർ പരമാവധി അകലെ നിൽക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചോടാ, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം, രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അകലെ നിന്നു. അതിനുശേഷം അപ്പോൾ ആ സമയത്ത് അവരുടെ പൊട്ടൻഷ്യൽ എനർജി ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് മാക്സിമം ആണല്ലോ അല്ലേ? രണ്ടുപേർക്കിടയിലുള്ള അകലം ഏറ്റവും മാക്സിമം അല്ലേ? അപ്പോൾ സപ്പോസ് ഇവിടെയായിരുന്നു അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കും, മാക്സിമം ഡിസ്റ്റൻസ് ആണ്. ആ സമയത്ത് അവരുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇവരടുത്തേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവരുടെ പൊട്ടൻഷ്യൽ എനർജി, ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി കുറയും. കാര്യം ഇവർ എനർജി റിലീസ് ചെയ്യാൻ തുടങ്ങും. ശ്രദ്ധിച്ചോ, ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു. കാരണം ആറ്റങ്ങൾ അടുത്തേക്ക് വരികയാണ്. ആറ്റങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ അവർക്കുള്ള ഡിസ്റ്റൻസ് കുറയും. ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും കുറച്ചുകൂടി അടുത്തേക്ക് വന്നു. കണ്ടില്ലേ? കുറച്ചുകൂടി അടുത്തേക്ക് വന്നു. വീണ്ടും അവരടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിൽ ഒരു വലിയ ഡിക്രീസ് ഉണ്ടാവുകയും അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയിൽ ഡിക്രീസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ എത്തിയപ്പോൾ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ഇപ്പൊ കിടക്കുന്നത് ഇങ്ങനെയാണ്. പറഞ്ഞു മനസ്സിലായോ? ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? 74 പൈക്കോമീറ്റർ ആണ്. അപ്പോൾ ആ രണ്ട് ആറ്റങ്ങളും അകലെ നിന്നും അടുത്തേക്ക് വന്നു. അതിനനുസരിച്ച് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നു. ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ചുള്ള പൊട്ടൻഷ്യൽ എനർജി വേരിയേഷൻ ആണ് ഞാൻ ഈ കാണിച്ചത്. കുറഞ്ഞു അവസാനം ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എത്രയായി? രണ്ട് ആറ്റങ്ങൾക്കിടയിലെ ഡിസ്റ്റൻസ് ഇതുപോലെയായി 74 പൈക്കോമീറ്റർ ആയി. കണ്ടോ?
ആ 75 പൈക്കോമീറ്ററിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ കർവ് എവിടെയാണെന്ന് നോക്ക്. ഇനി വീണ്ടും അവർ അടുത്തേക്ക് വന്നാൽ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാവുന്ന മാറ്റമാണ് ഞാൻ ഈ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഏറ്റവും അകലെ ആയിരിക്കുമ്പോൾ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് മാക്സിമം ആണ്. ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അവിടെ നിന്നും അവർ അടുത്തേക്ക് വരുന്നു, ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് ആദ്യമൊന്നും പൊട്ടൻഷ്യൽ എനർജിയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഈ ഒരു പോയിന്റ് എത്തിയാൽ രണ്ടുപേരും തമ്മിലുള്ള അകലം ഇത്രയായിട്ട് കുറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയിൽ വലിയൊരു കുറവുണ്ടാവും. ആൻഡ് ഫൈനലി ഈ രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് 74 പൈക്കോമീറ്ററിൽ എത്തിയാൽ അത്രയാണ് അവർക്ക് മാക്സിമം അടുത്ത് വരാവുന്ന ഡിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ എനർജി കർവ് ഇവിടെ ടച്ച് ചെയ്യും. ആ ഒരു പോയിന്റിൽ എത്രയാണ് എനർജി? 435.8 കിലോ ജൂൾ ആണ്. 435.8 കിലോ ജൂൾ ആണ്. അതിലും അടുത്തേക്ക് അവർ വന്നാൽ റിപ്പൽസീവ് ഫോഴ്സുകൾ കൂടുകയും അട്രാക്റ്റീവ് ഫോഴ്സുകൾ കുറയുകയും ചെയ്യും. സോ പൊട്ടൻഷ്യൽ എനർജി വീണ്ടും കൂടിയിട്ട് എന്ത് ചെയ്യും? വീണ്ടും ഇൻക്രീസ് ചെയ്ത് പോകും. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു പോയിന്റിലാണ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് ബിക്കംസ് ഈക്വൽ ടു ദി റിപ്പൽസീവ് ഫോഴ്സ്. രണ്ട് ഫോഴ്സുകളും ബാലൻസ്ഡ് ആവുന്നത് ഈ ഒരു പോയിന്റിലാണ്. സോ ദ ബോണ്ട് ലെങ്ത് 75 പൈക്കോമീറ്റർ ആൻഡ് ദ ബോണ്ട് എൻതാൽപ്പി ഈസ് 435.8 കിലോ ജൂൾ. അപ്പോൾ ഈ ഗ്രാഫിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഒരു ഗ്രാഫിന്റെ രൂപത്തിലേക്ക് ഞാൻ അവതരിപ്പിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രത്യേകതയും ആ ഗ്രാഫിനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോഴും നമ്മൾ VB തിയറിയുടെ വാലൻസ് ബോണ്ട് തിയറിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ പരസ്പരം ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ഓർബിറ്റൽ ഓവർലാപ്പ് വഴിയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കുള്ള ഡിസ്റ്റൻസ് 74 പൈക്കോമീറ്റർ ആയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഹൈഡ്രജൻ ആറ്റം കുറച്ച് ഈ ഹൈഡ്രജൻ ആറ്റത്തിന് മുകളിലേക്ക് കയറി കിടക്കുന്ന പോലെയല്ലേ നിങ്ങൾ കാണുന്നത്? ഈ ഹൈഡ്രജൻ ആറ്റത്തിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് കയറി കിടക്കുന്നില്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓവർലാപ്പിംഗ് എന്ന് പറയാ. യഥാർത്ഥത്തിൽ ഹൈഡ്രജൻ ആറ്റങ്ങളല്ല ഓവർലാപ്പ് ചെയ്തിട്ടുള്ളത്. പകരം ആദ്യത്തെ ഹൈഡ്രജന്റെ ആ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ഓർബിറ്റൽ രണ്ടാമത്തെ ഹൈഡ്രജന്റെ അതേ അവസ്ഥയിലുള്ള ഓർബിറ്റലുമായിട്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? പാർഷ്യൽ മെർജിങ് നടത്തിയിട്ടുള്ളത്, പാർഷ്യൽ ഓവർലാപ്പിംഗ് നടത്തിയിട്ടുള്ളത്. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? അപ്പോഴാണ് നമ്മൾ ഒരു ബോണ്ട് അവർക്കിടയിൽ ഫോം ചെയ്തു എന്ന് പറയാം. ആ ഡിസ്റ്റൻസ് ആണെന്ത്? 75 പൈക്കോമീറ്റർ. ആ സമയത്തുള്ള എൻതാൽപ്പി ആണെന്ത്? 435.8 കിലോ ജൂൾ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ അവസ്ഥ വെച്ചുകൊണ്ട് അവർക്കിടയിൽ ഉണ്ടാവുന്ന ബോണ്ട് വെച്ചുകൊണ്ട് ഏതൊരു ആറ്റത്തിനിടയിലും ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും അതിന്റെ വ്യത്യസ്ത സ്റ്റേജുകൾ ഏതൊക്കെയാണെന്നും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഏതൊക്കെയാണ് വ്യത്യസ്ത തരം ഓവർലാപ്പുകൾ, എങ്ങനെയാണ് അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ S ഓർബിറ്റൽ ഉണ്ട്, P ഓർബിറ്റൽ ഉണ്ട്. ഈ ഓർബിറ്റലുകളൊക്കെ എങ്ങനെയാണ് പരസ്പരം ഓവർലാപ്പ് ചെയ്യുക, ഇവർക്ക് ഏതൊക്കെ ഓർബിറ്റലുകളുമായിട്ട് എങ്ങനെയൊക്കെ ഓവർലാപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കേട്ടോ. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർബിറ്റൽ ഓവർലാപ്പിംഗ്. ഓക്കെ, ഓർബിറ്റൽ ഓവർലാപ്പിംഗ്. എന്താണ് ഓർബിറ്റൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ഒരാറ്റത്തിന്റെ വാലൻസ് ഓർബിറ്റൽ മറ്റൊരാറ്റത്തിന്റെ വാലൻസ് ഓർബിറ്റലിന് മുകളിൽ കയറി കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓർബിറ്റൽ ഓവർലാപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്യുക? ദ പാർഷ്യൽ മെർജിങ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് ആറ്റംസ് which results in the sharing of electrons between them is known as ഓർബിറ്റൽ ഓവർലാപ്പിംഗ്. അതായത് രണ്ട് ആറ്റങ്ങളുടെ അറ്റോമിക് ഓർബിറ്റൽസിൽ സംഭവിക്കുന്ന പാർഷ്യൽ മെർജിങ്ങിനെയാണ്, അതുവഴി ആ ഓർബിറ്റലുകളിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകളുടെ ഷെയറിംഗ് പോസിബിൾ ആവുന്നതിനെയാണ് നമ്മൾ അറ്റോമിക് ഓർബിറ്റലുകളുടെ ഓവർലാപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഓവർലാപ്പിംഗ്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ രണ്ട് S ഓർബിറ്റൽസ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരാറ്റത്തിന്റെ S ഓർബിറ്റൽ സ്ഫെറിക്കൽ ആണല്ലോ. രണ്ടാമത്തെ ആറ്റത്തിന്റെ S ഓർബിറ്റൽ, ഇതിൽ ഒരാറ്റത്തിന്റെ S ഓർബിറ്റൽ രണ്ടാമത്തെ ആറ്റത്തിന്റെ S ഓർബിറ്റലിന് മുകളിൽ ഇങ്ങനെ പാർഷ്യൽ മെർജിങ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെയാണ് എന്ത് പറയാ? ഓർബിറ്റൽ ഓവർലാപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ രണ്ട് S ഓർബിറ്റലുകൾ, സപ്പോസ് ഇത് 1s ഓർബിറ്റലായിരുന്നു, ഇതും 1s ഓർബിറ്റലായിരുന്നെങ്കിൽ ഈ രണ്ട് 1s ഓർബിറ്റലുകൾക്കിടയിൽ സംഭവിച്ച ഓർബിറ്റൽ ഓവർലാപ്പിങ്ങിനെയാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തത്. അതുപോലെ നമ്മുടെ കയ്യിൽ ഒരു P ഓർബിറ്റലും ഒരു S ഓർബിറ്റലുമാണ് ഉണ്ടായിരുന്നെന്ന് വിചാരിക്കും. നോക്കിക്കോട്ടാ, ഒരു P ഓർബിറ്റലും ഒരു S ഓർബിറ്റലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു P ഓർബിറ്റൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡംബലാണ് അല്ലെ? ഇതൊരു P ഓർബിറ്റലാണ്. S ഓർബിറ്റൽ എന്താണ്? സ്ഫെറിക്കലാണ്. ഇതൊരു P ഓർബിറ്റലാണ്. ഇവിടെ S ഓർബിറ്റലാണ്. ഈ P ഓർബിറ്റലിന്റെ ഒരു ലോബ് നമ്മുടെ S ഓർബിറ്റലുമായിട്ട് മെർജ് ചെയ്താൽ ഇങ്ങനെ
മെർജ് ചെയ്താൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു പിക്കും എസിനും ഇടയിലുള്ള ഓർബിറ്റൽ ഓവർലാപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ഒരു പി ഓർബിറ്റൽ ഒരു എസ് ഓർബിറ്റലുമായിട്ട് ഓർബിറ്റൽ ഓവർലാപ്പിംഗ് നടത്തി. ഇനി സപ്പോസ് രണ്ട് പി ഓർബിറ്റൽസിനിടയിലാണ് ഓവർലാപ്പിംഗ് എന്ന് വിചാരിക്കുക. ഇതൊരു പി ഓർബിറ്റലാണ്, രണ്ട് ലോബുകളുള്ള ഒരു ഡംബല്. നമ്മുടെ രണ്ടാമത്തെ പി ഓർബിറ്റലിലെ ഏതെങ്കിലും ഒരു ലോബ് ഒന്നാമത്തെ പി ഓർബിറ്റലിന്റെ ഏതെങ്കിലും ഒരു ലോബിന് മുകളിൽ കയറി കടന്നാൽ പാർഷ്യൽ മെർജിങ് നടത്തിയാൽ ഇവിടെയാണ് നമ്മൾ എന്ത് പറയുക, രണ്ട് പി ഓർബിറ്റലുകൾക്കിടയിൽ ഓവർലാപ്പിംഗ് നടന്നു. അപ്പോൾ ഈ ഓവർലാപ്പിംഗ് സംഭവിക്കുമ്പോഴെല്ലാം യഥാർത്ഥത്തിൽ എന്തുകൂടി സംഭവിക്കുന്നുണ്ട്, ഈ രണ്ട് ഓർബിറ്റലുകളിലുള്ള ഓരോ ഇലക്ട്രോണുകൾ വീതം പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട് അവർ പരസ്പരം. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഒരു പിക്കും എസിനും ഇടയിൽ ഓവർലാപ്പിംഗ് നടക്കുമ്പോൾ ഈ പിയിലുള്ള ഒരു വാലൻസ് ഇലക്ട്രോണും ഈ എസിലുള്ള ഒരു വാലൻസ് ഇലക്ട്രോണും അവർ പരസ്പരം ഷെയർഡ് ആകുന്നുണ്ട് ത്രൂ ഓവർലാപ്പിംഗ്. അപ്പോൾ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ നടത്താനുള്ള ഒരു ടെക്നിക്ക് മാത്രമാണ് എന്ത്, ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആയി വരുന്നുണ്ട്. കാരണം ചുമ്മാ ആറ്റങ്ങൾ നമ്മളൊരു പേന ഷെയർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് ഷെയർ ചെയ്യുന്ന പോലെയോ നമ്മുടെ ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യുന്നത് പോലെ അത്ര സിമ്പിൾ ആയിട്ട് രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറയാനുള്ള ബാധ്യത കൂടി അത് പറയുന്ന ആളുകൾക്കുണ്ട്. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പോയപ്പോഴാണ് വാലൻസ് ബോണ്ട് തിയറിയിൽ നമ്മളോട് പറഞ്ഞത് ഷെയറിംഗ് എന്ന് പറയുന്നത് നടക്കുന്നത് എങ്ങനെയാണ്, ഓർബിറ്റൽ ഓവർലാപ്പിംഗ് വഴിയാണ്. അപ്പോൾ രണ്ട് ആറ്റങ്ങൾ അടുത്ത് വരികയും അവരുടെ ഏതൊക്കെ ഓർബിറ്റലുകളിലാണോ ഷെയർ ചെയ്യേണ്ട ഇലക്ട്രോണുകൾ ഇരിക്കുന്നത് ആ ഓർബിറ്റലുകൾ പരസ്പരം മെർജ് ചെയ്യും. ഫുള്ള് മെർജിങ് അല്ല, കംപ്ലീറ്റ് മെർജിങ് അല്ല, പാർഷ്യൽ മെർജിങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പാർഷ്യലി മെർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർ ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്തായിട്ട് കണക്കാക്കും എന്നാണ് പറയുന്നത്. ഇനി ഇതിപ്പോൾ ഞാനൊരു ജനറൽ ഐഡിയ തന്നു എന്ന് മാത്രമേ ഉള്ളൂ അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിങ്ങിനെ കുറിച്ച്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ there are 3 types of overlapping. അറ്റോമിക് ഓർബിറ്റലുകളുടെ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ള കാര്യം, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ള കാര്യം, രണ്ട് ഓർബിറ്റലുകൾക്കിടയിൽ ഫോം ചെയ്യുന്ന കോവാലന്റ് ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ രണ്ട് ഓർബിറ്റൽസിനിടയിൽ നടക്കുന്ന ഓവർലാപ്പിംഗിന്റെ എക്സ്റ്റെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് രണ്ട് ഓർബിറ്റൽസിനിടയിൽ നന്നായിട്ട് എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് വളരെ കൂടുതലാണെങ്കിൽ, നന്നായിട്ട് ഓർബിറ്റലുകൾ നല്ലോണം ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ, ഏകദേശം നല്ല രീതിയിൽ മെർജ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യാം. അതേസമയം ഓവർലാപ്പിംഗിന്റെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണെങ്കിൽ, വളരെ ചെറിയ രീതിയിൽ തൊട്ടില്ല എന്നുള്ള രീതിയിലുള്ള മെർജിങ് മാത്രമേ ഉള്ളൂ എങ്കിൽ, ഓവർലാപ്പിംഗ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഫോം ചെയ്യുന്ന കോവാലന്റ് ബോണ്ട് വളരെ വീക്ക് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഗ്രേറ്റർ ദ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് സ്ട്രോങ്ങർ വിൽ ബി ദ കോവാലന്റ് ബോണ്ട് ഫോംഡ് എന്നൊരു റിലേഷൻ കൂടി ഈ രണ്ടു പേർക്കും ഇടയിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽ ഇൻഫ്ലുവൻസസ് ദ സ്ട്രെങ്ത് ഓഫ് ദി കോവാലന്റ് ബോണ്ട്. എങ്ങനെയാണ്? ഗ്രേറ്റർ ദി എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് stronger will be the bond, lesser the extent of overlapping, weaker will be the bond formed. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗിലേക്കാണ്. ഞാൻ പറഞ്ഞു എത്ര തരം ഓവർലാപ്പിംഗ് ഉണ്ട് ഓർബിറ്റൽസിനിടയിൽ. ഓർബിറ്റൽസിനിടയിൽ പ്രധാനമായിട്ടും 3 തരം ഓവർലാപ്പിംഗ് പോസിബിൾ ആണ്. ഓർബിറ്റൽ ഓവർലാപ്പിംഗ് 3 തരത്തിലാണ്. ഒന്ന് പോസിറ്റീവ് ഓവർലാപ്പ്, 2 നെഗറ്റീവ് ഓവർലാപ്പ്, 3 സീറോ ഓവർലാപ്പ്. ഓക്കെ, പോസിറ്റീവ് ഓവർലാപ്പ്, നെഗറ്റീവ് ഓവർലാപ്പ്, സീറോ ഓവർലാപ്പ്. അതിലെ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഓവർലാപ്പിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം പോസിറ്റീവ് ഓവർലാപ്പ്. സോ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ഏതൊക്കെയാണ്? പോസിറ്റീവ് ഓവർലാപ്പ്, പോസിറ്റീവ് ഓവർലാപ്പ്, ഓക്കെ. രണ്ടാമത്തേത് നെഗറ്റീവ് ഓവർലാപ്പ്, നെഗറ്റീവ് ഓവർലാപ്പ്, ഓക്കെ. മൂന്നാമത്തേത് സീറോ ഓവർലാപ്പ്, സീറോ ഓവർലാപ്പ്. ഇതിൽ ഏറ്റവും ആദ്യത്തേത് പോസിറ്റീവ് ഓവർലാപ്പ്. നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓർബിറ്റൽ ഓവർലാപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയ കാര്യമാണ്. ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താം. എൻ ഓർബിറ്റൽ ഈസ് എ വേവ് ഫംഗ്ഷൻ. ഒരു ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു വേവ് ഫംഗ്ഷനാണ്. ഒരു വേവിന് 2 ഫേസുകൾ ഉണ്ടാവും അല്ലേ? ഇതാണ് ഒരു വേവ് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണല്ലോ നമ്മളൊരു വേവ് വരയ്ക്കാം. ഇതാണ് ഒരു വേവ് എന്നുണ്ടെങ്കിൽ ഇത് ഇതിന്റെ പോസിറ്റീവ് ഫേസ് ആണെന്നും ഇതിന്റെ നെഗറ്റീവ് ഫേസ് ആണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഒരു ഓർബിറ്റലിന് നമ്മളൊരു പോസിറ്റീവ് ഫേസും ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഫേസും ഉണ്ടാവും. ക്ലിയർ ആണല്ലോ അല്ലേ? എസ് ഓർബിറ്റൽ ഒഴികെ
കാരണം എസ് ഓർബിറ്റൽ സ്ഫെറിക്കലി സിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ അതിനൊറ്റ ഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഏത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മളത് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ സാധാരണ മറ്റു ഓർബിറ്റലുകൾക്കെല്ലാം പി ഓർബിറ്റൽ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഓർബിറ്റൽസിനും രണ്ട് ഫേസുകൾ ഉണ്ടാവും, പോസിറ്റീവ് ഫേസും നെഗറ്റീവ് ഫേസും. അവിടെ ഞാൻ ഉപയോഗിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് സൈനുകൾ നമ്മുടെ മാത്സിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് സൈനുകളുടെ ഉദ്ദേശത്തോടു കൂടിയല്ല, അതൊരു വേവ് ഫംഗ്ഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആ വേവ് ഫംഗ്ഷന്റെ ആ വേവിന്റെ പോസിറ്റീവ് ഫേസ് നെഗറ്റീവ് ഫേസ് എന്ന് മാത്രമാണ് ഞാൻ ഒരു ഓർബിറ്റലിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് സൈനുകളുടെ അർത്ഥം എന്നുള്ളത് ആദ്യം നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഓവർലാപ്പിംഗ് തുടങ്ങുന്നു. നമ്മൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യുന്നത് എസ് എസ് ഓവർലാപ്പിംഗ് ആണ്. എന്താണ് എസ് എസ് ഓവർലാപ്പിംഗ്? ഓക്കെ, രണ്ട് എസ് ഓർബിറ്റൽസ്, ഇതൊരു എസ് ഓർബിറ്റലാണ്, അതിനൊരൊറ്റ ഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ, പോസിറ്റീവ് ഫേസ് മാത്രമേ ഉള്ളൂ വിചാരിക്കുക. ഇത് രണ്ടാമത്തെ എസ് ഓർബിറ്റൽ ആദ്യത്തെ എസ് ഓർബിറ്റലുമായിട്ട് എന്ത് ചെയ്തു? ഓവർലാപ്പ് ചെയ്തു. ഈ രണ്ട് എസ് ഓർബിറ്റൽസിനും പോസിറ്റീവ് ഫേസ് ആണ്. സോ ഇതിന് നമ്മൾ എന്ത് വിളിക്കും? ഒരു പോസിറ്റീവ് ഓവർലാപ്പ് എന്ന് വിളിക്കും. അതായത് ഒരു ഓർബിറ്റലിന്റെ ഏത് ഫേസ് ആണോ ഓവർലാപ്പ് ചെയ്യുന്നത് അടുത്ത ഓർബിറ്റലിന്റെയും അതേ ഫേസുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിനെ പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഒരു ഓർബിറ്റലിന്റെ പോസിറ്റീവ് ഫേസ് രണ്ടാമത്തെ ഓർബിറ്റലിന്റെ പോസിറ്റീവ് ഫേസുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ അതൊരു പോസിറ്റീവ് ഓവർലാപ്പിംഗ് ആണ്. ഒരു ഓർബിറ്റലിന്റെ നെഗറ്റീവ് ഫേസ് രണ്ടാമത്തെ ഓർബിറ്റലിന്റെ നെഗറ്റീവ് ഫേസുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ അതും ഒരു പോസിറ്റീവ് ഓവർലാപ്പിംഗ് ആണ്. പറഞ്ഞു മനസ്സിലായോ? അതായത് പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റൽസിന്റെ സെയിം ഫേസ് ആയിരിക്കണം ഓവർലാപ്പ് ചെയ്യേണ്ടത്. അപ്പൊ പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? സിമ്പിൾ മീനിങ് എന്താണ്? സെയിം ഫേസ് ഓവർലാപ്പിംഗ് എന്നുള്ളതാണ്. ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് ഓർബിറ്റൽസിന്റെയും ഒരേ ഫേസ് ആണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ, ഏത് പോസിറ്റീവ് ഫേസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫേസ് ആണ് പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഓവർലാപ്പിംഗ് നമ്മൾ എന്ത് പറയാം? പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, നെഗറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർബിറ്റലിന്റെ പോസിറ്റീവ് ഫേസ് അടുത്ത ഓർബിറ്റലിന്റെ നെഗറ്റീവ് ഫേസുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ, അതായത് രണ്ട് ഓപ്പോസിറ്റ് ഫേസുകളാണ് പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ എസ് ഓർബിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ഓവർലാപ്പിംഗോ സീറോ ഓവർലാപ്പിംഗോ പോസിബിൾ അല്ല. ഈ രണ്ട് എസ് ഓർബിറ്റൽസിനും ഒരൊറ്റ ഓവർലാപ്പിംഗ് മാത്രമേ പോസിബിൾ ആവുള്ളൂ, അതേതാണ്? പോസിറ്റീവ് ഓവർലാപ്പിംഗ് മാത്രം. കാരണം എസ് ഓർബിറ്റൽസിന് നമ്മൾ പോസിറ്റീവ് ഫേസ് മാത്രമേ കൺസിഡർ ചെയ്യാറുള്ളൂ, കാരണം അത് സ്ഫെറിക്കലി സിമെട്രിക്കൽ ആയതുകൊണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊരു പോസിറ്റീവ് ഫേസുള്ള രണ്ട് എസ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തു. ആ രണ്ടിന്റെയും ഒരേ ഫേസ് ആണ് ഓവർലാപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് പോസിറ്റീവ് ഓവർലാപ്പിംഗ്. അപ്പോൾ എസ് എസ് ഓവർലാപ്പിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ രണ്ട് എസ് ഓർബിറ്റൽസിനിടയിൽ നെഗറ്റീവ് ഓവർലാപ്പിംഗ് പോസിബിൾ ആണോ? പോസിബിൾ അല്ല. ശരി, ഇനി അടുത്ത ഓവർലാപ്പിംഗ് എസ് പി ഓവർലാപ്പിംഗ്. ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്യാൻ പോവുകയാണ്. എസ് പി ഓവർലാപ്പിംഗ്. ഈ എസ് പി ഓവർലാപ്പിംഗിന്റെ പോസിറ്റീവ് ഓവർലാപ്പ് മാത്രമാണ് നമ്മൾ പറയുന്നത്. നോക്കിക്കോട്ടാ, ഇതൊരു പി ഓർബിറ്റലാണ്. ഈ പി ഓർബിറ്റലിന് ഒരു പോസിറ്റീവ് ഫേസും ഉണ്ട്, ഒരു നെഗറ്റീവ് ഫേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ലോബ് പോസിറ്റീവായിട്ടും അടുത്ത ലോബ് നെഗറ്റീവായിട്ടും എടുക്കുന്നതിന്റെ മീനിങ് എത്രയേ ഉള്ളൂ? അത് അതിന്റെ പോസിറ്റീവ് ഫേസും ഇതിന്റെ നെഗറ്റീവ് ഫേസുമാണ്. ഈ പോസിറ്റീവ് ഫേസ് മാത്രമുള്ള ഒരു എസ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്താൽ ഇതൊരു പോസിറ്റീവ് ഓവർലാപ്പിംഗ് ആണ് എന്ന് പറയാം. കാരണം രണ്ട് ഓർബിറ്റൽസിന്റെയും ഒരേ ഫേസുകളാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഫോർ പോസിറ്റീവ് ഓവർലാപ്പിംഗ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എസ് എസ് ഓവർലാപ്പിംഗിന്റെ പോസിറ്റീവ് ഓവർലാപ്പിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു, എസ് പി ഓവർലാപ്പിംഗിന്റെ പോസിറ്റീവ് ഓവർലാപ്പിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് ഏത് ഓർബിറ്റൽസ് ആണ്? രണ്ട് പി ഓർബിറ്റൽസിനിടയിലുള്ള ഓവർലാപ്പിംഗിൽ എങ്ങനെയാണ് പോസിറ്റീവ് ഓവർലാപ്പിംഗ് നടക്കുക? അപ്പോൾ പി പി ഓവർലാപ്പിംഗ്. ഓക്കെ, ഏതാണ്? പി പി ഓവർലാപ്പിംഗ്. അപ്പോൾ എസും എസ് എസും എസ് പി ഞാനിവിടെ മായ്ച്ചു കളയാണ്. എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പി പി ഓവർലാപ്പിംഗിലേക്ക് വരുന്നത്. ഓക്കെ, പി പി ഓവർലാപ്പിംഗ്. ഈ പി പി ഓവർലാപ്പിംഗിന്റെ പോസിറ്റീവ് ഓവർലാപ്പിംഗ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ശ്രദ്ധിച്ചോടാ, ഇതൊരു പി ഓർബിറ്റലാണ്. പല പോസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ. ഇതൊരു പി ഓർബിറ്റലാണ്, ഇത് അതിന്റെ പോസിറ്റീവ് ഫേസ്, ഇത് അതിന്റെ നെഗറ്റീവ് ഫേസുമാണ്. ഇത് മറ്റൊരു പി ഓർബിറ്റലാണ്, അത് ഈ ഒന്നാമത്തെ പി ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ഇത് പോസിറ്റീവ് ഫേസും ഇത് നെഗറ്റീവ് ഫേസുമാണ്. ഇത് രണ്ട് പി പി ഓർബിറ്റൽസിനിടയിലുള്ള പോസിറ്റീവ് ഓവർലാപ്പിംഗ് ആണ്. അല്ലെങ്കിൽ ഇതൊരു പി ഓർബിറ്റലാണ്, ഇത് അതിന്റെ പോസിറ്റീവ് ഫേസും ഇത് അതിന്റെ നെഗറ്റീവ് ഫേസുമാണ്. ഇത് രണ്ടാമത്തെ പി ഓർബിറ്റലാണ്, ഇത് അതിന്റെ നെഗറ്റീവ് ഫേസും ഇത് അതിന്റെ പോസിറ്റീവ് ഫേസും ആണെങ്കിൽ ഈ ഒരു പി പി ഓവർലാപ്പിംഗിനെ നമ്മൾ എന്താ വിളിക്കുക? പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്നാണ് വിളിക്കുക. എന്താണ് പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് ഓർബിറ്റൽസിന്റെയും ഒരേ ഫേസുകളാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ
either പോസിറ്റീവ് ഫേസ് ഓർ നെഗറ്റീവ് ഫേസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ രണ്ട് പോസിറ്റീവ് ഫേസുകൾ ഓവർലാപ്പ് ചെയ്തു, ഇവിടെ രണ്ട് നെഗറ്റീവ് ഫേസുകൾ ഓവർലാപ്പ് ചെയ്തു, രണ്ടിനെ നമ്മൾ പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് തന്നെയാണ് പറയാം. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ഇനി മറ്റൊരു സാധ്യതയുള്ള ശ്രദ്ധിച്ചോടാം. മറ്റൊരു സാധ്യതയുള്ള സപ്പോസ് ഒരു പി ഓർബിറ്റൽ കിടക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതതിന്റെ പോസിറ്റീവ് ഫേസും ഇതതിന്റെ നെഗറ്റീവ് ഫേസും ആണെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന രണ്ടാമത്തെ ഒരു പി ഓർബിറ്റലിന് വേണമെങ്കിൽ ഇതുമായിട്ട് ഓവർലാപ്പ് ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? ദോ ഇങ്ങനെ രണ്ടാമത്തെ പി ഓർബിറ്റൽ ഇവിടെ കിടക്കുന്നു, അത് ഇതുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ഇതിന്റെ പോസിറ്റീവ് ഫേസ്, ഇതിന്റെ നെഗറ്റീവ് ഫേസ്. അപ്പൊ പി ഓർബിറ്റൽസിന് ഇങ്ങനെയും ഓവർലാപ്പ് ചെയ്യാം, ഇങ്ങനെയും ഓവർലാപ്പ് ചെയ്യാം. ഏതെങ്കിലും ഒരു ലോബിലേക്ക് മാത്രമായിട്ട് ഓവർലാപ്പ് ചെയ്യാം ഒരു ലോബിന്, അല്ലെങ്കിൽ രണ്ട് ലോബുകൾക്കും പരസ്പരം ഓവർലാപ്പ് ചെയ്യാം, അതും പോസിബിൾ ആണ്. ഇതും എന്താണ്? പോസിറ്റീവ് ഓവർലാപ്പ് ആണ്. കാരണം പോസിറ്റീവ് ഫേസ് പോസിറ്റീവ് ഫേസ്, നെഗറ്റീവ് ഫേസ് നെഗറ്റീവ് ഫേസ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ഇനി ഇങ്ങനെ തന്നെ ഓറിയന്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പി ഓർബിറ്റലിന് സപ്പോസ് ഒരു പി ഓർബിറ്റൽ ഓറിയന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് അതിന്റെ പോസിറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഇതിന്റെ പോസിറ്റീവ് ഫേസ്, ഇത് നെഗറ്റീവ് ഫേസ്. ഇനി ഇതുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ പി ഓർബിറ്റലും ഇങ്ങനെ തന്നെയാണ് ഓറിയന്റ് ചെയ്തെന്ന് വിചാരിച്ചോ. ഇത് പോസിറ്റീവ് ഫേസ്, ഇത് നെഗറ്റീവ് ഫേസ്. സോ ഈ ഓവർലാപ്പിങ്ങിനെ നമ്മൾ എന്ത് തന്നെയാണ് വിളിക്കുക? പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് തന്നെയാണ് വിളിക്കുക. അപ്പൊ രണ്ട് പി ഓർബിറ്റൽസിനിടയിൽ ഇത്രയധികം പോസിറ്റീവ് ഓവർലാപ്പിങ്ങുകൾ പോസിബിൾ ആണ്. ഒന്നെങ്കിൽ ഇങ്ങനെ പോസിറ്റീവ് ഓവർലാപ്പിംഗ് നടത്താം, അല്ലെങ്കിൽ ഇങ്ങനെ നടത്താം, അല്ലെങ്കിൽ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവാം. ഓക്കെ, ഇത് പി ഓർബിറ്റലുകളുടെ സ്പേസിലുള്ള ഓറിയന്റേഷനിലുള്ള വ്യത്യാസമാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഓറിയന്റഡ് ആവാം, ഇങ്ങനെ ആവാം, ഇങ്ങനെ ഓറിയന്റഡ് ആവാം, ഇങ്ങനെ ഓറിയന്റഡ് ആവാം. ഈ നാല് സാഹചര്യങ്ങളിലും എങ്ങനെയാണ് ഒരു പോസിറ്റീവ് ഓവർലാപ്പിംഗ് നടത്തുന്നത് നോക്കുക. ഈ നാല് കേസുകളിലും ഇതിനെ പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് വിളിക്കാനുള്ള കാരണം ഓവർലാപ്പ് ചെയ്യുന്നത് ഒരേ ഫേസുകളാണ്. പോസിറ്റീവും പോസിറ്റീവും, നെഗറ്റീവും നെഗറ്റീവും, പോസിറ്റീവും പോസിറ്റീവും, നെഗറ്റീവും നെഗറ്റീവും, പോസിറ്റീവും പോസിറ്റീവും, നെഗറ്റീവും നെഗറ്റീവും. ക്ലിയർ ആണല്ലോ? സോ ഇത്രയും പോസിറ്റീവ് ഓവർലാപ്പിംഗുകൾ പോസിബിൾ ആണ് എസിനും പിക്കും ഇടയിൽ പരസ്പരം, അതുപോലെ തന്നെ എസിന്റെയും പിന്റെയും ഇടയിലും. ഇനി നമ്മൾ ഇതേ പറഞ്ഞ കേസുകളിലെല്ലാം നെഗറ്റീവ് ഓവർലാപ്പിംഗ് എങ്ങനെയാണ് എന്ന് നോക്കാം. ശരി, നെഗറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റൽസിന്റെ ഓപ്പോസിറ്റ് ഫേസുകളാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറയാം. ഒരു ഓർബിറ്റലിന്റെ പോസിറ്റീവ് ഫേസും രണ്ടാമത്തെ ഓർബിറ്റലിന്റെ നെഗറ്റീവ് ഫേസുമാണ് പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ അതൊരു നെഗറ്റീവ് ഓവർലാപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ എസ് ഓവർലാപ്പിംഗ് ആദ്യം നോക്കാം. രണ്ട് എസ് ഓർബിറ്റൽസിൽ ഞാൻ ആൾറെഡി പറഞ്ഞതാണ്, രണ്ട് എസ് ഓർബിറ്റൽസിന് ഒരിക്കലും നെഗറ്റീവ് ഓവർലാപ്പിംഗ് പോസിബിൾ അല്ല. കാരണം എസ് ഓർബിറ്റൽസിന് നമ്മൾ പോസിറ്റീവ് ഫേസ് മാത്രം കൊടുക്കുമ്പോൾ അത് പോസിറ്റീവ് ഓവർലാപ്പിംഗ് മാത്രമേ നടത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എസ് പി ഓവർലാപ്പിംഗ് തുടങ്ങാം. എന്തായാലും രണ്ട് എസ് ഓർബിറ്റൽസിനിടയിൽ പോസിബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് എസ് ഓവർലാപ്പിംഗിൽ ഒരിക്കലും നെഗറ്റീവ് ഓവർലാപ്പിംഗ് ഇല്ല. അപ്പൊ എസ് പി ഓവർലാപ്പിംഗിൽ നോക്കാം. ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും അതിന്റെ പോസിറ്റീവ് ഓവർലാപ്പ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞതാണ്. ഇതൊരു പി ഓർബിറ്റലാണ്. ഓക്കെ, ഇതതിന്റെ നെഗറ്റീവ് ഫേസും ഇതതിന്റെ പോസിറ്റീവ് ഫേസും ആണെങ്കിൽ പോസിറ്റീവ് ഫേസ് മാത്രമുള്ള ഒരു എസ് ഓർബിറ്റൽ അതിന്റെ നെഗറ്റീവ് ഫേസുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ എസ് പി ഓവർലാപ്പിംഗിലെ നെഗറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് വിളിക്കാം. അതേ എസ് പി ഓവർലാപ്പിംഗിലെ ഈ എസ് ഓർബിറ്റൽ ഈ ഫേസുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്തിരുന്നെങ്കിൽ, ഈ ലോബുമായിട്ടാണ് ഓവർലാപ്പ് ചെയ്തിരുന്നെങ്കിൽ അത് എന്തിന് എക്സാമ്പിൾ ആവുമായിരുന്നു? പോസിറ്റീവ് ഓവർലാപ്പിംഗിന് എക്സാമ്പിൾ ആവുമായിരുന്നു. ഇനി അപ്പൊ എസ് പി ഓവർലാപ്പിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെഗറ്റീവ് ഓവർലാപ്പിംഗിൽ എസ് പി എങ്ങനെയാണ് പോസിബിൾ ആവുക? ഇനി നമ്മൾ നോക്കുന്നത് പി പി ഓവർലാപ്പിംഗിലെ രണ്ട് പി ഓർബിറ്റൽസിനിടയിലുള്ള ഓവർലാപ്പിംഗിൽ നെഗറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്.